2011 ഇൻഡോറിൽ വെസ്റ്റ് ഇൻഡീസിനെതിരെ ഏകദിനത്തിൽ ഇന്ത്യൻ പുരുഷ ടീം നേടിയത് 418 റൺസാണ്. എന്നാൽ ഏകദിനത്തിലെ ഇന്ത്യയുടെ ഏറ്റവും ഉയർന്ന സ്കോർ എന്ന ആ റെക്കോർഡ് വനിതാ ടീം മറികടന്നിരിക്കുകയാണ്. അതിനെക്കുറിച്ചാണ് ഈ വീഡിയോ. ഇതുപോലുള്ള ക്രിക്കറ്റ് വാർത്തകൾ ലഭിക്കാൻ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. അയർലൻഡിനെതിരെ ഇന്ത്യൻ വനിതകളുടെ മൂന്നാം ഏകദിനം ഇന്നായിരുന്നു. നേരത്തെ തന്നെ പരമ്പര സ്വന്തമാക്കിയ ഇന്ത്യ ഇന്ന് രാജ്കോട്ട് ഗ്രൗണ്ടിനെ പൂരപ്പറമ്പാക്കി. ഐറിഷ് പടയെ തലങ്ങും വിലങ്ങും പായിച്ച് റെക്കോർഡ് സ്കോറാണ് പടുത്തുയർത്തിയത്. റെക്കോർഡ് പിറന്ന മത്സരത്തിൽ മലയാളി താരം മിന്നുമണിയും ഭാഗമായിരുന്നു. ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യയ്ക്കു വേണ്ടി ഓപ്പണർമാരായ പ്രതിക റാവലും സ്മൃതിയും സെഞ്ചുറി നേടി. ഇരുവരും ഓപ്പണിംഗിൽ 233 റൺസ് കൂട്ടുകെട്ട് സ്ഥാപിച്ചു. പ്രതിക 129 ബോളിൽ 154 റൺസ് നേടിയപ്പോൾ സ്മൃതി 80 ബോളിൽ 135 റൺസ് നേടി. അതും 7 സിക്സിന്റെ അകമ്പടിയോടെ. പിന്നീടെത്തിയ റിച്ച ഘോഷ് ഹാഫ് സെഞ്ചുറി നേടി ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു. അങ്ങനെ 50 ഓവറിൽ ഇന്ത്യ നേടിയത് 435 റൺസ്, അതും 5 വിക്കറ്റുകൾ മാത്രം നഷ്ടത്തിൽ. വനിതാ ഏകദിനത്തിൽ ഇത് 4ാമത്തെ വലിയ സ്കോറാണ്. 2018 ന്യൂസിലൻഡ് അയർലൻഡിനെതിരെ നേടിയ 491 ഏറ്റവും വലിയ ടോട്ടൽ. മറുപടി ബാറ്റിംഗിൽ അയർലൻഡ് 31 ഓവറിൽ വെറും 131 റൺസിന് പുറത്തായി. ദീപ്തി ശർമ്മ 3ഉം മലയാളി താരം മിന്നുമണി 1 വിക്കറ്റും നേടി.